ഹായ് ഗൈസ്, നമുക്കൊരു ജിം ടൂർ ചെയ്താലോ? ഞാൻ കുറേ നാളായിട്ട് വർക്കൗട്ട് ചെയ്യണം, ലൈക്ക് ഒരു 1.5 വർഷത്തിന് മേളിലായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ജിമ്മ് ഫ്രീ ആണ്, ലൈക്ക് ആരുമില്ല ഇവിടെ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഒരു ജിം ടൂർ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ മെക്കാനിക് എന്നാണ്. ഈ ജിമ്മ് തുടങ്ങിയിട്ട് സിൻസ് 2010 തുടങ്ങിയതാണ്. അപ്പോൾ ഒരു പഴയ കാലം, അതായത് 2010 എന്ന് പറയുമ്പോൾ എനിക്ക് 8 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ജിമ്മാണിത്. അപ്പോൾ ഞാൻ ജിമ്മിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ജിം എന്താണെന്നൊക്കെ അറിയാം, എന്നാലും ലൈക്ക് അറിയില്ല എന്ന് തോന്നണം ആ സമയത്ത് ജിം എന്താണ്. അപ്പോൾ ഇപ്പോൾ ജിമ്മിൽ വന്നു. അപ്പോൾ അന്ന് കാലത്തുണ്ടായിരുന്ന കുറേ മെഷീൻസാണിത്, ലൈക്ക് ഓൾഡ് സ്കൂൾ മെഷീൻസ്. നമ്മളിന്നൊരു ഡീറ്റെയിൽ ജിം റിവ്യൂ അല്ലെങ്കിൽ ജിം ടൂറാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഏ സൈഡിൽ നിന്ന് നടക്കാം, നമുക്ക് ഓൾഡ് സ്കൂളിൽ നിന്ന് നടക്കാം. ആദ്യം നമുക്കിവിടെ വരുന്നത് ഡംബൽസാണ്. ഇതാണ് നമ്മുടെ പഴയ ഡംബൽ. എനിക്കൊന്ന് 2010 യൂസ് ചെയ്തതായിരിക്കാം, എന്നാരും ഇല്ല ചോദിക്കാൻ. ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയാം. ഇത് ഒരു 5 kg ആണ്, ഈ സിംഗിൾ റിങ്ങുള്ള 5 kg. ഇത് 10, ഇത് 15, ഇത് 20 ആണെന്ന് തോന്നുന്നു മാക്സിമം. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഇൻക്ലൈനാണ്, ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് കളിക്കുന്ന മെഷീനാണ്. പിന്നെ നമുക്ക് ഫ്ലാറ്റ് വരുന്നുണ്ട്, അതുപോലെ ഇവിടെ ഡിക്ലൈനും വരുന്നുണ്ട്. പിന്നെ ഇത് ലെഗിന് വർക്കൗട്ട് ചെയ്യുന്നൊരു മെഷീനാണ്, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ചെറിയ ഏട്ടന്മാർ ഇതിൽ വന്ന് വർക്കൗട്ട് ചെയ്യും. പിന്നെ നമുക്ക് സപ്പോർട്ട് സ്റ്റാൻഡ് വിത്ത് മറ്റേത് സ്ക്വാട്ട് അടിക്കുന്ന മെഷീൻ. പിന്നെ ചെസ്റ്റിന് സപ്പോർട്ടീവായിട്ടുള്ളൊരു മെഷീൻ, ചെസ്റ്റ് പ്രസ്, ഇൻക്ലൈൻ ഡിക്ലൈനൊക്കെ കളിക്കാൻ പറ്റുന്നൊരു മെഷീൻ. ഇത് അവിടെ ലെഗിലുള്ള എക്സ്റ്റൻഷനും കേളും ചെയ്യുന്ന മെഷീൻ. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഇത് ഞാൻ ഇതുവരെ വന്നിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല ഇതിൻ്റെ ഉപയോഗം. ഇത് നമ്മുടെ എന്തായിരുന്നു, ഡിപ്സ് അടിക്കുന്ന മെഷീൻ. ഇത് നമുക്ക് അവിടെ പുതിയ മെഷീൻ സെറ്റിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഇവിടെ പ്രത്യേകിച്ച് കാർഡിയോയ്ക്ക് വേണ്ടി ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നിന്നേ ഇത്ര ഏരിയ കാർഡിയോ വാമപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ജിമ്മിൽ. പിന്നെ നമ്മുടെ മെഷീൻ ഇത് ക്രോസ് ഓവറൊക്കെ കളിക്കണം. അയ്യോ തട്ടി വീണാനെ. ഇതവിടെ ക്രോസ് ഓവറൊക്കെ കളിക്കുന്ന മെഷീൻ. അതുപോലെ കാർഡിയോ സെക്ഷനായിട്ട് ഇവിടെ ഒരു മാനുവൽ ട്രെഡ്മില്ലുണ്ട്, അതുപോലെ ഒരു സൈക്കിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഇലക്ട്രിക് ട്രെഡ്മില്ലുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പുതിയ സ്കൂളിലോട്ട് വരുന്നതിന് മുമ്പ് പഴയതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ പഴയതാണ്. ഇത് നമ്മളിങ്ങനെ ആപ്സ് ഇങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ ചെയ്യുന്ന സാധനമാണിത്. ഇത് നമ്മൾ കിടന്നിട്ട് നമ്മുടെ ആപ്സിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ പുതിയ ഇതിലോട്ട് കിടക്കാം. ഈ ജിമ്മിൽ 2 ഒളിമ്പിക് ബാറുണ്ട്, ഉണ്ടല്ലോ. കുറേ ഡംബൽസ് ഉണ്ട്. ലൈക്ക് രാവിലത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് പോകുന്നവർ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. ഭയങ്കര അലമ്പാണിത്, നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണിത്. ഞാൻ ഇന്ന് ഡംബലിൽ തൊട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഡംബൽ എടുത്ത് വെക്കുന്നില്ല. അതുപോലെ ഇവിടെ 2.5 തൊട്ട് 25 വരെ ഉണ്ട്. അതുപോലെ അവിടെ കോസോറ കളിക്കുന്ന പുതിയൊരു മെഷീൻ, 2 മെഷീനുണ്ട്. ലൈക്ക് എല്ലാവരും ഇതായിരിക്കും യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ അവിടെ മെഷീൻ സ്കോട്ടൊക്കെ അടിക്കാം, ജസ്റ്റ് കളിക്കാം, എല്ലാം കളിക്കാം ഇതിനകത്ത്. ഇത് പറഞ്ഞാൽ വീട്ടിൽ മേടിച്ച് വെച്ചാൽ പകുതി പരിപാടി കഴിഞ്ഞു. എല്ലാ മസിലും ട്രെയിൻ ചെയ്യാം. ബൈസൊന്നും കളിക്കാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ അവിടെ ലെഗ് പ്രസ് കളിക്കുന്ന മെഷീൻ, അതിമനോഹരമായ മരിച്ചുപോയ ആൾക്കാരൊക്കെ കാണാൻ സഹായിക്കുന്നൊരു മെഷീനാണത്. പിന്നെ ഉള്ളത് നമ്മുടെ ലാറ്റ്സ് പുൾ ഡൗൺ സീറ്റഡ് റോ ഒക്കെ കളിക്കുന്ന മെഷീൻ. എല്ലാം മെഷീൻ്റെ കളികളാണ്. അതുപോലെ നമുക്ക് വരുന്നത് ഒരു ലെഗ് എക്സ്റ്റൻഷനും കേളും കളിക്കാൻ പറ്റുന്ന മെഷീൻ. അതുപോലെ അവിടെ ടെക്സൈ കളിക്കുന്ന ഒരു മെഷീനാണിത്. ഓവറോൾ ജിമ്മിന് ഞാൻ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10 കൊടുക്കുകയാണെങ്കിൽ 10 കൊടുക്കാം. 5 കൊടുത്താൽ എന്താ, 5 കൊടുത്ത് ചെറിയ നമ്പർ എന്തായാലും. ഓവറോൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 7.5 കൊടുക്കാം. ട്രെയിനറിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ നല്ല സൂപ്പറാണ്. ജിമ്മിലെ ഓണേഴ്സിൻ്റെ നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ്സിലേക്ക് നമ്മളോടൊരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഓണേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ നല്ലതാണ്. ലൈക്ക് പുതിയ ഒരു ബിഗിനറിനൊക്കെ നല്ല രീതിക്ക് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ എനിക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടൻറ്റൊക്കെ ചെയ്യാനാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വാ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, വീഡിയോ ചെയ്തോ നീ
വീഡിയോ എടുക്കണമെന്ന് കുഴപ്പമില്ല. ആദ്യമൊക്കെ ചേച്ചിമാരൊക്കെ ഉള്ളപ്പോൾ എനിക്കിങ്ങനെ ഇതായിരുന്നു. പക്ഷേ ചേച്ചിമാരെയൊക്കെ പിന്നെ എഡിറ്റിങ്ങിൽ ചേച്ചിമാരെ ഒഴിവാക്കിയാൽ മതി എന്നുള്ള സ്കീമായപ്പം എനിക്ക് കംഫർട്ടായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. ലൈക്ക് ഒരു കണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യണവർക്ക് നല്ല സപ്പോർട്ടുള്ളൊരു ജിമ്മാണ്. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അതൊന്നും ശരിയില്ല. ഓവറോൾ നോക്കുവാണെങ്കിൽ ജിം സൂപ്പർ ജിമ്മാണ്, അടിപൊളി ജിമ്മാണ്, എല്ലാവർക്കും വരാം. ലൈക്ക് ഫീസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇനിയാണ് മെയിൻ കാര്യം. ലൈക്ക് ഒരു നോർമൽ ജിമ്മിൻ്റെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഫീസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ലൈക്ക് ഫീസ് വരുന്ന 600 രൂപയേ ഉള്ളൂ. 600 രൂപക്ക് ഈ ജിമ്മ് വേർത്തിയാണെന്ന് വെച്ചാൽ ലൈക്ക് ഒരു 100-ൽ ഒരു 98% വേർത്തിയാണ്. ലൈക്ക് 600 രൂപക്ക് നല്ലൊരു ജിമ്മ്, അത്യാവശ്യം സ്പേസ് ഉണ്ട്, നല്ല ഏരിയ ഉണ്ട്, നല്ലോണം വർക്കൗട്ട് ചെയ്യാം. 600 രൂപക്ക് ഒരു ജിമ്മെന്ന് ലൈക്ക് ഒരു പ്ലാൻ ഉണ്ടെന്ന് തന്നെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഞെട്ടും. കാരണം നമ്മുടെ വേറെ സ്ഥലത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ലൈക്ക് എറണാകുളം സൈഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ 1200, 1000, 1500, 800 എങ്ങനെ പോയാലും 1000, 800 ഇതിന് മേളിലായിരിക്കും. ഇവിടെ തന്നെയുള്ള ബാക്കി ജിമ്മുകളിലൊക്കെ 800 രൂപ അടുത്തൊക്കെയാണ് ഫീസ് വരുന്നത്. പക്ഷേ ഇവിടെ 600 രൂപയേ ഉള്ളൂ. അതുപോലെ ഇവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ലൈക്ക് ഞാൻ നമ്പർ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാം, നിങ്ങൾ വിളിച്ച് ചോദിക്കും. ലൈക്ക് ജിമ്മിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബ്രഹ്മമംഗലമാണ്. ബ്രഹ്മമംഗലത്ത് സ്കൂളിൽ നടന്ന് നമ്മുടെ ഏനാദി അല്ലെങ്കിൽ തുരുത്തുമ്മേ പോകുന്ന റൂട്ടിൽ ആണ് ജിമ്മ് ഇരിക്കുന്നത്. ജിമ്മിൻ്റെ പേര് മസിൽ മെക്കാനിക്സ്. ലൈക്ക് ഞാൻ ആരെങ്കിലും നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് എൻക്വയറി ചെയ്യാം അഡ്മിഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാൻ തന്നെ ഫീസ് കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. ഫീസ് കൊടുക്കുന്നുണ്ട്, എന്നാലും കുറച്ചൊക്കെ ഡിലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമല്ലോ. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ, മനുഷ്യരല്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം പുതിയ മെഷീൻസ് വരും. പുതിയ മെഷീൻസ് വരുമ്പോൾ പുതിയ വ്ളോഗായിട്ട് ഒന്നുകൂടി നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, സന്തോഷമായിട്ടും പറഞ്ഞാൽ പുതിയ മെഷീൻ വരുമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ഫോർ നൗ. ബൈ ബൈ.